നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദീർഘകാലം ഒരുമിച്ച് താമസിച്ചു, ഒടുവിലൊരു കുട്ടിയുമായി. പിന്നെ എങ്ങനെയാണ് പീഡനവും ബലാത്സംഗവും നിലനിൽക്കുന്നത്? ഇക്കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു ഉശിരൻ ചോദ്യം. ദീർഘകാലം ലിവ് ഇൻ ബന്ധത്തിൽ കഴിഞ്ഞിട്ട് പിന്നീടത് അവസാനിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമായി കാണാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി ഉത്തരവ്. വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു എന്ന ആരോപണം ഉന്നയിച്ചായിരുന്നു ഒരു യുവതി നേരത്തെ പോലീസിൽ പരാതി നൽകിയത്. പോലീസ് ഗൗരവത്തോടെ എടുത്ത ഈ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് കേസ് ഹൈക്കോടതിയിലെത്തി, ഒടുവിൽ സുപ്രീം കോടതിയിൽ. വിവാഹ വാഗ്ദാനം നൽകി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് ഈ പരാതിയിൽ യുവതി പറഞ്ഞത്. വിവാഹ വാഗ്ദാനം നൽകി തന്നെ കൂടെ താമസിപ്പിച്ചു. ദീർഘകാലം ആ യുവാവുമായി താൻ ഒരുമിച്ച് താമസിച്ചു. ഒടുവിൽ ലിവ് ഇൻ ബന്ധം തകർന്നു. ഇതിന് തൊട്ടുപിന്നാലെ യുവതി യുവാവിനെതിരെ പരാതിയുമായി പോലീസിലെത്തി. പീഡനവും ബലാത്സംഗവുമാണ് പരാതിയിൽ ഉന്നയിച്ച കുറ്റം. ഇവിടെയാണ് സുപ്രീം കോടതിയുടെ ഒരു ഇടിവെട്ട് ചോദ്യം. പരസ്പര സമ്മതത്തോടെയുള്ള സഹവാസവും ക്രിമിനൽ ലൈംഗിക അതിക്രമങ്ങളും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിവാഹിതരാകാതെ ഒരുമിച്ച് താമസിക്കുമ്പോൾ പലപ്പോഴും ബന്ധങ്ങളിൽ അപകട സാധ്യതയുണ്ട് എന്ന് കോടതി പറഞ്ഞു. ജസ്റ്റിസ് നാഗരത്നയാണ് ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. ഇതൊരു ലിവ് ഇൻ ബന്ധം മാത്രമാണ്. വിവാഹം കഴിക്കാതെ പുരുഷനൊപ്പം നിങ്ങൾ താമസിച്ചു, ഒരു കുട്ടിയും ജനിച്ചു. ഇപ്പോൾ ഒരാൾ ബലാത്സംഗത്തിനും ആക്രമണത്തിനും പരാതി നൽകുന്നു. എന്താണിത്? വിവാഹബന്ധമില്ലാതെ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ സ്വാഭാവികമാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇത്തരം ബന്ധങ്ങൾ പിരിയുമ്പോൾ സ്ത്രീകൾ പലപ്പോഴും പുരുഷന്മാർക്കെതിരെ ലൈംഗിക അതിക്രമങ്ങൾക്ക് പരാതി നൽകുന്നത് അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞത്. കോടതി ഉന്നയിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും ഇരയെ അപമാനിക്കുന്നു എന്ന തരത്തിൽ വിമർശനങ്ങൾ ഉയരുമെന്നും കോടതി പറഞ്ഞു. എന്നാൽ പരസ്പര സമ്മതത്തോടെ ഇരുവരും തമ്മിൽ ലൈംഗിക ബന്ധമുണ്ടാവുകയും പിന്നീട് കുറ്റാരോപണം ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ ക്രിമിനൽ കുറ്റമായി കാണും എന്ന് കോടതി ചോദിക്കുന്നു. ഹർജിയിൽ പറയുന്നത് യുവതിയെ 18 വയസ്സ് മുതൽ ആ യുവാവിന് അറിയാമായിരുന്നുവെന്നാണ്. ആ സമയത്ത് പ്രതി വിവാഹിതനായിരുന്നു. എന്നാൽ യുവതിയോട് ഇക്കാര്യം പ്രതി മറച്ചുവെച്ചു. എന്നാൽ വിവാഹം കഴിക്കാതെ പിന്നെ എന്തിനാണ് ഒരുമിച്ച് താമസിച്ചത് എന്ന ചോദ്യത്തിന് യുവതിയുടെ അഭിഭാഷകൻ ഉത്തരം മുട്ടി. പതിവ് ആരോപണങ്ങൾ അഭിഭാഷകൻ പിന്നെയും ഉയർത്തി. യുവതിയോട് മാത്രമല്ല മറ്റു പല യുവതികളോടും അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു അഭിഭാഷകന്റെ പരാതി. അതിനും സുപ്രീം കോടതി വ്യക്തമായ മറുപടി നൽകി. ഹർജിക്കാരന്റെ കേസിൽ മാത്രമേ കോടതിക്ക് ആശങ്കയുള്ളൂ. എന്നാൽ ആ സ്ത്രീയോട് ഒരു സഹതാപം പ്രകടിപ്പിച്ചു സുപ്രീം കോടതി. കുട്ടിക്ക് ജീവനാംശം തേടാൻ അവകാശമുണ്ടെന്ന് കോടതി പറഞ്ഞു. വിവാഹേതര ബന്ധം തകർന്നത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കാനാകില്ല എന്നാണ് കോടതിയുടെ നിലപാട്. 2 ആഴ്ച മുൻപ് സമാനമായ ഒരു വിധി സുപ്രീം കോടതി നേരത്തെയും പുറപ്പെടുവിച്ചിരുന്നു. വിവാഹത്തിന് മുൻപുള്ള ശാരീരിക ബന്ധങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അന്ന് സുപ്രീം കോടതി പറഞ്ഞു. വിവാഹിതനായിരിക്കെ വിവാഹ വാഗ്ദാനം നൽകി മറ്റൊരു യുവതിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കുകയും ചെയ്ത കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയായിരുന്നു ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ പരാമർശം. ജഡ്ജിമാർ പറഞ്ഞു, ഞങ്ങൾ പഴയ ചിന്താഗതിക്കാരായിരിക്കാം, പക്ഷേ വിവാഹത്തിന് മുൻപ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അപരിചിതരാണ്. അവരുടെ ബന്ധം എത്ര ദൃഢമാണെങ്കിലും വിവാഹത്തിന് മുൻപ് എങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വിവാഹത്തിന് മുൻപ് ശ്രദ്ധാലുക്കളാവണം, പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ന് കോടതി ചൂണ്ടിക്കാട്ടുമ്പോൾ അതിൽ ഒരുപാട് പൊരുളുണ്ട്. ആ കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി ചോദിച്ചു, വിവാഹത്തിന് മുൻപ് എന്തിനാണ് യുവതി പ്രതിക്കൊപ്പം ദുബായിലേക്ക് യാത്ര ചെയ്തത്? വിവാഹത്തിന് അത്രമാത്രം നിർബന്ധമുള്ള ഒരാളാണെങ്കിൽ വിവാഹത്തിന് മുൻപ് അത്തരം യാത്രകൾ ഒഴിവാക്കണമായിരുന്നു. പരസ്പര സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധങ്ങൾ നിലനിൽക്കുന്ന ഇത്തരം കേസുകളിൽ ശിക്ഷാ നടപടികളെക്കാൾ മധ്യസ്ഥതയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് ബെഞ്ച് ഓർമ്മപ്പെടുത്തി. 2022 ഒരു മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് 30 വയസ്സുള്ള യുവതി യുവാവിനെ പരിചയപ്പെടുന്നത്. വിവാഹം കഴിക്കാം എന്ന ഉറപ്പിന്മേൽ യുവതി പ്രതിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ദുബായിലേക്ക് യാത്രയൊക്കെ ചെയ്തു. ധാരാളം ഉല്ലാസയാത്രകൾ നടത്തി. എന്നാൽ യുവതിയുടെ അനുവാദമില്ലാതെ സ്വകാര്യ ദൃശ്യങ്ങൾ ഇയാൾ പകർത്തിയെന്നും പിന്നീടത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമൊക്കെ യുവതി പറഞ്ഞിരുന്നു. അടുത്ത കാലത്തായി സുപ്രീം കോടതിയിൽ നിന്ന് നിർണായകമായ ഇത്തരം വിഷയങ്ങളിൽ സുപ്രധാനമായ ചില വിധികൾ പുറത്തു വരുന്നു. ഇത് ഹൈക്കോടതിയും ജില്ലാ കോടതികളുമൊക്കെ കൂടുതൽ ഗൗരവത്തോടെ വീക്ഷിക്കും. പലപ്പോഴും വ്യാജ പീഡനാരോപണങ്ങൾ ഉന്നയിച്ച് ബലാത്സംഗ പരാതിയുമായി ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പ് തകർന്നതിന് ശേഷം പോലീസിനെ സമീപിക്കുന്ന സ്ത്രീകൾ പതിവാണ് കേരളത്തിൽ. ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണ് അവരുടെ മുഖ്യ ലക്ഷ്യം. ഇത്തരമൊരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ഒരു യുവതി പ്രത്യക്ഷപ്പെടുന്നതോടെ ചിലർക്ക് ലഡുപൊട്ടും, പ്രത്യേകിച്ച് പോലീസുകാർക്ക്.
അവർ യുവതിയെ അങ്ങ് സൽക്കരിച്ച് ആദ്യം പരാതിയൊക്കെ എഴുതി വാങ്ങും. പിന്നീട് പരാതിയിൽ കുറെ പോയിന്റ്സ് പോലീസ് ഏമാന്മാർ തന്നെ ഇത്തരം യുവതികൾക്ക് പറഞ്ഞു കൊടുക്കും. നല്ല എരിവും പുളിയും വെച്ചുള്ള പരാതി കയ്യിൽ കിട്ടിയാൽ പിന്നെ പോലീസ് ജീപ്പുമെടുത്ത് ഏമാമാർ ഒരൊറ്റ പാച്ചിലാണ് ആ യുവാവിൻ്റെ വീട്ടിലേക്ക്. സമൂഹത്തിൽ ഒരിത്തിരി മാന്യതയുള്ള ആളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. യുവാവ് ഇത്തരമൊരു കെണിയിലാണ് എന്ന് പലപ്പോഴും യുവാവിൻ്റെ വീട്ടുകാർക്കും അറിയില്ലായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് പോലീസ് പാഞ്ഞു ചെല്ലുന്നത്. സംഗതി പീഡനം, ബലാത്സംഗം, പണം തട്ടൽ, നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കൽ തുടങ്ങി ഒട്ടനവധി ക്ലോസുകൾ ആ പരാതിയിലുമുണ്ടാകും. യുവാവിനെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുമെന്നും ജാമ്യം ലഭിക്കില്ലെന്നും സംഗതി നാറ്റിക്കുമെന്നും ഒരു തരത്തിൽ വീട്ടുകാരെ മനസ്സിലാക്കി കൊടുക്കും പോലീസ്. ഇതോടെ എത്ര ലക്ഷം രൂപ മുടക്കിയാണെങ്കിലും മാനം രക്ഷിക്കണമെന്ന് പറഞ്ഞ് വീട്ടുകാർ പോലീസിനടുക്കലെത്തും. കേസെടുക്കാതെ രക്ഷയില്ല, കേസെടുക്കും. പക്ഷേ മറ്റേതെങ്കിലുമൊക്കെ തലത്തിൽ രക്ഷിക്കാമെന്നൊക്കെ പോലീസ് ചില ഓഫറുകൾ വയ്ക്കും. അവരിൽ നിന്ന് പിടുങ്ങാവുന്നത് പരമാവധി പോലീസ് അങ്ങ് പിടുങ്ങും. ഇതിനിടയിൽ ചില ചാനലുകളും മാധ്യമങ്ങളുമൊക്കെ പ്രത്യക്ഷപ്പെടും. പിന്നെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുകയായി. ഒടുവിൽ യുവാവിനെ മുച്ചൂടും തുലച്ചുകൊണ്ട് വാർത്തകൾ പോലീസ് തന്നെ പുറത്തേക്ക് വിടും. ഇത്തരം വ്യാജ പരാതികൾ ഉയരുമ്പോൾ പലപ്പോഴും യഥാർത്ഥ പീഡനക്കാർ രക്ഷപ്പെടുന്നു. അതാണ് ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. വ്യാജ പീഡനവുമായി ചെല്ലുന്നവർക്ക് എല്ലാ സ്വീകാര്യതയും കൊടുക്കും. യഥാർത്ഥത്തിൽ കൊടിയ പീഡനമോ ബലാത്സംഗമോ ചെയ്യുന്ന പ്രതികൾ പലപ്പോഴും ഒടുവിൽ രക്ഷപ്പെടുകയും ചെയ്യും. ഇവിടെയാണ് പരസ്പര സമ്മതത്തോടെയുള്ള ലിവിൻ ബന്ധങ്ങളും ക്രിമിനൽ ലൈംഗിക കുറ്റങ്ങളും തമ്മിലുള്ള വ്യത്യാസം സുപ്രീം കോടതി ഇക്കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത്. ഇത്തരം ബന്ധങ്ങളിൽ പലപ്പോഴും അന്തർലീനമായ അപകട സാധ്യതകളുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുമ്പോൾ അത് മനസ്സിലാക്കുക മാത്രമാണ് ഇനി നിർവാഹമുള്ളത്. വർഷങ്ങളോളം അവർ ഒരുമിച്ച് താമസിച്ചു. ഒടുവിൽ വേർപിരിഞ്ഞപ്പോൾ സ്ത്രീ പുരുഷനെതിരെ ലൈംഗിക അതിക്രമത്തിന് പരാതി നൽകുന്നു. വിവാഹം കഴിക്കാതെ എന്തിനാണ് പുരുഷനുമായി ഒരുമിച്ച് താമസിച്ചത് എന്ന സുപ്രീം കോടതിയുടെ ചോദ്യമാണ് യുവതിയെ കുരുക്കിയത്. ലിവിൻ റിലേഷൻഷിപ്സ് തകർന്നതിന് ശേഷം പരാതികളുമായി എത്തുന്ന ഒട്ടനവധി കേസുകൾ നമുക്കിടയിലുണ്ട്. മിക്ക പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരം കേസുകൾ ദിനംപ്രതി എന്നോണം എത്തുന്നു. പലപ്പോഴും ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണ് വ്യാജ പരാതികൾക്ക് പിന്നിൽ. ഈ പരാതിക്കാരെയും പോലീസും പിന്നെ ചില ഇടനിലക്കാരുമൊക്കെ ചേർന്ന ഒരു നെക്സസ്. അവർ പലപ്പോഴും ഇത്തരം യുവാക്കളെയും അവരുടെ കുടുംബക്കാരെയും ഒക്കെ ഭയപ്പെടുത്തി പണം പിടുങ്ങും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകും. എവിടെയെങ്കിലും വെച്ച് ഒരു സെറ്റിൽമെൻറ്റ്, അതാണ് പലപ്പോഴും പരാതിക്കാരുടെ പ്രതീക്ഷ. എന്നാൽ സുപ്രീം കോടതി ഇപ്പോൾ കട്ടയ്ക്ക് നിലപാടെടുക്കുന്നതോടെ ഇത്തരം വ്യാജ പരാതിക്കാർ ഇനി ഓടി ഒളിക്കുമെന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.